നിങ്ങളെ മാത്രം പെങ്ങളല്ല, എന്റെ പെങ്ങളാ. നീ നിന്നെ തന്നെ കെട്ടിക്കും. റാണിയെ കിട്ടിയില്ലെങ്കിൽ തോഴിയെ കിട്ടിയാ മതി. തൃപ്തിയായില്ലേ നിനക്ക്? എല്ലാത്തിനും കാരണക്കാരി നീയാ. നീ ഒറ്റ വരുത്തിയാ മതി. ഇനി മന്നാടിയമ്മ ഒരുമയോടെ ഒരു വീട്ടിൽ കഴിയാൻ പാടില്ല. പിരിയാം, ഭാഗം വെച്ച് പിരിയാം. ഒന്നിച്ചു നിന്ന് പുന്നാര പെങ്ങളെ സേവിച്ചത് മതി. എവള് യക്ഷിയാ യക്ഷി, ആങ്ങളമാരുടെ ചോര ഒടിക്കുന്ന യക്ഷി. ചോരയ്ക്ക് ചോരയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്നതിൽ അർത്ഥമില്ല. സ്വന്തം കൂടപ്പിറപ്പുകൾ പടവെട്ടി തുടങ്ങിയാൽ ആ നിമിഷം ഭാഗം വെച്ച് പിരിഞ്ഞോളാൻ മരിക്കുന്ന അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞിട്ടില്ല. ഭാഗം വെക്കാൻ മാത്രം എന്തുണ്ട് മന്നാടിയാന്മാർക്ക്? എല്ലാ മാർച്ച് മോൾക്ക് അച്ഛൻ എഴുതി വെച്ചിരിക്കും. അവൾ അനുഭവിച്ചോട്ടെ. വേണ്ട, സ്വത്തോ കല്യാണോ ഒന്നും എനിക്ക് വേണ്ട. നിങ്ങൾ മാത്രം മതി. നിനക്കിനി ആരും വേണ്ട. നിനക്ക് തട്ടിക്കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളല്ല ഞങ്ങൾ. അത് മനസ്സിലായിക്കോ? ചെയ്തല്ലേ കുടുംബവക്കീൽ? അല്ല, ഞാനാണ്. എങ്കിൽ നോക്കി നിൽക്കാൻ നിലവറയിലെ പൂജാമുറി പോയി വിൽപ്പത്രം എടുത്തോണ്ട് വായിക്കണോ? വല്ല പൊട്ടക്കളോ പാറപ്പറമ്പോ ഞങ്ങൾക്ക് കാണും. പൂജാമുറിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് മന്നാടിയന്മാരെല്ലാം കുളിച്ച് ശുദ്ധമായിട്ട് വരണം. കാര്യങ്ങളൊക്കെ ഇത്രത്തോളമായ സ്ഥിതിക്ക് ഇനി പഴയതുപോലെ മന്നാടിയന്മാർ ഒരുമിച്ച് പൂജാമുറിയിലേക്ക് കടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായി. ശ്രീ ഗണപതായേ നമ. അവിഘ്നമസ്തു. കൊല്ലവർഷം 1152 ആണ്ട് മന്നാടിപുരം താലൂക്കിൽ ശ്രീ നരസിംഹ മന്നാടിയാർ സ്വമനസാലെ എഴുതി തയ്യാറാക്കിയ വിൽപത്രം മേൽപ്പടി നരസിംഹ മന്നാടിയാർ മൂത്ത മകൻ ഗജേന്ദ്ര മന്നാടിയാർ അറിയുന്നതിലേക്കായി ആദ്യമേ ഒരു കാര്യം കുറിക്കുന്നു. മക്കളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇളയ മകൾ ആർച്ചയ്ക്ക് എന്താ വായിച്ചത്? നീ മന്നാടിയന്മാരുടെ പെങ്ങളല്ല, നരസിംഹ മന്നാടിയാരുടെ മകളുമല്ല. കള്ളം, പച്ച കള്ളം. ഞാൻ വിശ്വസിക്കില്ല.
അതിൽ എഴുതി വെച്ചിരിക്കുന്ന പച്ചക്കള്ളം വായിക്കണോ? മുഴുവൻ വായിക്കേ. വായിച്ചു കൊടുക്കണോ? കേൾക്കട്ടെ അവള്. എന്റെ 4 ആൺമക്കളും എന്നും ഒരുമയോടെ മന്നാടിപുരം ഭരിക്കണം. 4 ആങ്ങളമാർക്കും കൂടി ഒരു പെങ്ങൾ വേണമെന്ന് ഞാൻ ആശിച്ചു. ഒരു പെൺകുഞ്ഞിനെ തരാൻ ഞാൻ ദൈവത്തിനോട് മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ചു. എന്റെ ലക്ഷ്മി 5ാമതും ഗർഭിണിയായി. പക്ഷേ പ്രസവിച്ച കുട്ടി ചാപിള്ളയായപ്പോൾ ഉത്രാളി ചന്തയിലെ ഒരു പിച്ചക്കാരിയിൽ നിന്നും 500 രൂപ കൊടുത്ത് ഞാൻ ഒരു പെൺകുഞ്ഞിനെ വാങ്ങി. ആർച്ച എന്ന പേര് ചൊല്ലി എന്റെ ആൺമക്കളുടെ പെങ്ങളായി ഞാൻ അവളെ വളർത്തി. അവളെ വേദനിപ്പിക്കരുത്. നിയമപ്രകാരം സ്വത്തൊന്നും അവൾക്ക് കൊടുക്കേണ്ടതില്ലെങ്കിലും മക്കളെ, അവളാണ് നമ്മളുടെ സ്വത്ത്. എനിക്ക് കേൾക്കണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എടി പിച്ചക്കാരിയുടെ മോളെ, നീ ഞങ്ങളെ കുറെ ആട്ടി. ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത്. ഇപ്പൊ ഇറങ്ങി ഉടനെ ആരേടി നിന്റെ ഏട്ടന്മാര്? ഓടി ലക്ഷണം കിട്ടവളെ. ഉത്സവ പറമ്പിൽ വല്യേട്ടാ, എന്താ ഇതൊക്കെ? ആർക്കാ വല്യേട്ടാ? ഞാൻ നിങ്ങളുടെ പെങ്ങളല്ലെന്ന് സംശയം. പറയ് വല്യേട്ടാ. കുട്ടിക്കാലത്ത് എന്നെ ഈ കയ്യിലെടുത്ത് ലാളിച്ച് വളർത്തിയത് ഈ വല്യേട്ടനാ. അന്ന് വല്യേട്ടന് സംശയം ഉണ്ടായിരുന്നോ? ഉണ്ടോന്ന് ചോദിച്ചാൽ പ്രമാണം കള്ളം പറയില്ലല്ലോ. അതേടി, ഇത്രയും കാലം അട്ടയായിരുന്നു പിടിച്ച് മെത്തി കിടത്തിന്ന് ഇവരറിഞ്ഞില്ല. ഈശ്വരനാടി ഇപ്പൊ ഞങ്ങളെ അറിയിച്ചത്. വീരേട്ടന് ഞാൻ സ്വന്തം പെങ്ങളല്ലെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ചൂണ്ടിക്കാണിച്ചവരെ കൊല്ലാനും തിന്നാനും നടന്നിരുന്ന, എനിക്ക് വേണ്ടി മരിക്കാൻ പോലും മനസ്സുള്ള വീരേട്ടന് അറിയില്ലേ ഞാൻ സ്വന്തം പെങ്ങളാണെന്ന്? പറ, എന്റെ മുഖത്ത് നോക്കി പറ. പറയാനൊന്നുമില്ല, എല്ലാം എഴുതി വെച്ചിരിക്കല്ലേ. അച്ഛനാണ് നിന്നച്ചുകൊണ്ട് നീ ഞങ്ങളുടെ പെങ്ങളാണെന്ന് പറഞ്ഞത്. അതെ, അച്ഛൻ തന്നെയാണ് വിൽപത്രത്തിൽ സത്യം പറഞ്ഞിരിക്കുന്നതും. തൊട്ടുപോയതി കുരിപ്പേന്റെ മന്നാടി. ഇത് വിശ്വസിക്കുന്നു? ഇവളെ ഇവിടുന്ന് അടിച്ചിറക്കാൻ ആണുങ്ങളായിട്ട് ആരുണ്ട് ഇവിടെ? ഓടി. ഇനി ഒരു അക്ഷരം വേണ്ടി പോരുത്. അത്രയ്ക്ക് ദുഷ്ടത്തരം ചെയ്തിട്ടുണ്ട് നീ ഞങ്ങളോട്. മുട്ടയടിച്ച് ചുട്ടി കുത്തി ചെണ്ട പൊട്ടി ഉത്രാളിക്കാവിലെ പൂരപ്പറമ്പിൽ കൊണ്ടുവിടണം അവളെ. ചെറിയേട്ടൻ ഇവരുടെ കൂടെ കൂടിയോ? ഇറങ്ങടി ഇങ്ങോട്ട്. എനിക്ക് മനസ്സിലായി, ഞാൻ തോറ്റു. ഞാൻ നിങ്ങളുടെ മുന്നിൽ തോറ്റു. ഇത്രയും വലിയ ചതി നിങ്ങൾ എന്നോട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നെ നിങ്ങൾ തോൽപ്പിച്ചു, ശരിക്കും തോൽപ്പിച്ചു. കാരമുള്ളിന്റെ മുനയൊടിച്ചു കഴിഞ്ഞാ പിന്നെ കാതല. ഇപ്പോഴാ നീ പെണ്ണായത്, കരയാൻ പഠിച്ചത്. ഇനി ഞാനൊരു സത്യം പറയാം. ഇതാണ് നിങ്ങളുടെ അച്ഛൻ നരസിംഹ മന്നാടിയാരുടെ കൈപ്പടയിലുള്ള വിൽപത്രം. ിൽ കടന്നു മാറ്റിയത് ഞാനാ. എന്തിനാണെന്നറിയൂ? മതം പൊട്ടിയ ഈ പിടിയാനയെ തളയ്ക്കാൻ ഞാൻ തളച്ചു. നീ കുറെ കിളച്ചു. നിന്റെ അച്ഛൻ കയറില്ലേ മന്നാടിക്കോട്ടയിലെ നിലവറയില്? പിന്നെയാ നീ ഒരു കഷ്ണം പനയോല കാട്ടി സത്യത്തെ നുണയാക്കുന്ന കോട്ടിട്ട വിദ്യ. അല്ല, ഇതാണ് ശരിക്കുള്ള ഓല. പൊടിയന്റെ മുമ്പിൽ മായം തുള്ളാതെ പോടാ. ആർച്ച നിങ്ങളുടെ സ്വന്തം പെങ്ങള് തന്നെയാണ് സത്യം. എന്റെ പെങ്ങളാണ് സത്യം. ഇവൻ ഇതുപോലെ പോയ സത്യങ്ങൾ ഇതിന് മുൻപ് നമ്മളോട് പറഞ്ഞിട്ടില്ലേ? പിച്ചക്കാരി വിളിച്ചോണ്ട് പടി ഇറങ്ങി പോടാ. നാശം ആർക്ക് വേണം ഇവളെ? എനിക്ക് വേണം. ഇവളുടെ പിന്നാലെ ഞാൻ കുറെ ഓടി കിളച്ചിട്ടുള്ളതാ. ആർക്ക് വേണ്ടെങ്കിലും ഇവളെ എനിക്ക് വേണം. കാരണം ഇവൾ എന്റെ ഭാര്യയാണ്. ഞാൻ താലി കെട്ടി എന്റെ പെണ്ണ്. ഒരക്ഷരം ഇവളെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ നീ എന്ത് ചെയ്യടാ? എന്നെ പോലെ കുറെ ആണുങ്ങളെ മേലെ കുതിര കയറിയതാ അവള്. ഇറങ്ങടി അങ്ങടിയിലേക്ക്. ഈ നിമിഷം വരെ ആർച്ചയുടെ മുമ്പിൽ മുട്ട് വിറച്ചെന്ന് നിനക്കൊക്കെ ഇപ്പൊ എവിടെ നിന്ന് കിട്ടിയടാ ഈ ധൈര്യം? നിനക്ക് എന്റെ പെണ്ണിനെ വേണം അല്ലേടാ? ഞാൻ കൊത്തിയ വിഷം ഞാൻ തന്നെ ഇറക്കാം. ഓലയിൽ വരച്ചത് മായും, ഓർമ്മയിൽ വരച്ചത് മായില്ല. പെങ്ങളാണെന്ന് സംശയമുള്ളവരൊക്കെ പേരെടുത്ത വൈറ്റാട്ടി തലയോട് ചോദിക്ക്. മന്നാടിയാരമ്മ 5ാമത് പ്രസവിച്ച് ചാപിള്ളയായിരുന്നോ, അതൊരു പെൺകുട്ടിയായിരുന്നോ, ഈ നിൽക്കുന്ന ആർച്ചയായിരുന്നോ എന്ന് അവര് പറയും. എന്നാ വിളിച്ചോണ്ട് വാടാ ആ വൈറ്റാട്ടി തള്ളയെ. അമ്മ പോയി. അയ്യോ, എപ്പോഴായിരുന്നു സംഭവം? ചിത കത്തി തീർന്നുണ്ടാവോ ചേച്ചി? ചത്തത് നിന്റെ തള്ളയാടാ. പിന്നെ പോയി എന്ന് പറഞ്ഞത്? അത്യാവശ്യമായിട്ട് ആരോ ഒന്ന് വിളിച്ചോണ്ട് പോയെന്ന്. ആര്? എവിടെ പണ്ടാരം അടക്കാനാടാ കാലമാടന്മാരെ എന്നെ കൊണ്ടുപോന്നേ? പേര് കേസ് തന്നെയാണ് തള്ളേ. ഏതാനോടെ പേരാടാ അത്ര വലിയ പേര്? ആർച്ചയുടെ. ഓമ്പനാനോടെ പേരെടുക്കാനാണോടാ പിശാചുക്കളെ എന്നെ കെട്ടി എടുത്തോണ്ട് പോന്നേ? അയ്യോ, ഓടി വരണേ. ഓടി വരണേ. ഓടി വരണേ. തൊണ്ടിയും കൊണ്ട് മുങ്ങുന്നോടാ തെണ്ടികളെ. പിന്നെ ഞാൻ
പിച്ചക്കാരിയിൽ നിന്നും വിലക്ക് വാങ്ങിയതാ ആർച്ച്. അവള് നിങ്ങളുടെ പെങ്ങളല്ല. കേൾക്ക് എന്തായിപ്പോ? ചോരയ്ക്ക് ചോര തിരിച്ചറിയണമെങ്കിൽ സാക്ഷി വേണോ അല്ലേടാ? എന്നാ കേട്ടോ, ആർച്ച നിങ്ങളുടെ സ്വന്തം പെങ്ങള. നരസിംഹ മന്നാടിയാരുടെ 5ാമത്തെ കുട്ടി പെണ്ണായിരുന്നു അവൾ. ആർച്ച ഏതോ ഒരുത്തൻ ഒരു പേക്കൂത്തു കാട്ടിയപ്പം 20 കൊല്ലം പൊന്നേ കരളേന്ന് വിളിച്ച പെങ്ങളെ തന്തയില്ലാത്തവളെ എന്ന് വിളിച്ച നീ നരസിംഹ മന്നാടിയാരുടെ മകനല്ല എന്ന് ഞാൻ പറഞ്ഞ എന്ത് ചെയ്യും? നിന്റെ പെണ്ണും പിള്ള വരെ നിന്നെ തള്ളിയിറക്കും. അല്ലെങ്കിൽ തന്നെ പെങ്ങളാവണമെങ്കിൽ ഒരു വയറ്റിൽ പിറക്കണമെന്നില്ലല്ലോ. വിളിക്കടാ, വിളിച്ച് ആർച്ചയോട് മാപ്പ് പറ. മന്നാടിയമ്മാരെ പോയി, ആർച്ച പോയി. എവിടെ? വിളക്ക് ചേർത്താൽ ഒരിക്കലും പാടുമായില്ല. ഇനി ഒരിക്കലും പഴയ ആർച്ചയെ വനിക്കോ എന്റെ പുന്നാര ചേട്ടന്മാരാകാൻ നിങ്ങൾക്കോ ആവില്ല. സേതു കളിച്ചത് എന്റെ നല്ലതിനു വേണ്ടിയാണെങ്കിലും സേതു പട്ടം സേതുവിന്റെ കയ്യിൽ നിന്നും പൊട്ടിപ്പോയി. ആരോരുമില്ലാതെ എന്റെ രാജ്ഞിയെ പോലെ നോക്കി എന്റെ ചേട്ടന്മാരോട് ഒരു വാക്ക് നന്ദി. ഇനി ഒരിക്കലും നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല. നിങ്ങളുടെ ആർച്ച. ഇതുവരെ എവിടെയായിരുന്നു നിങ്ങളുടെ സഹോദര സ്നേഹം? സ്വന്തം തല്ലുന്ന പോലെ അവളെ ആട്ടി പായിച്ചപ്പം എവിടെയായിരുന്നു ഈ ചേട്ടന്മാർ? ഈ ഭൂമുഖത്ത് കമാന്നൊരു അക്ഷരം മിണ്ടാകുന്ന നിങ്ങളാണോ ചേട്ടന്മാർ? ആർച്ച ഇങ്ങനെ ആക്കിയത് നിങ്ങളാ. നിങ്ങൾ ഓരോ ആർക്കാണുങ്ങളോട് വെറുപ്പുണ്ടാക്കിയത് നിങ്ങളാ. അവസാനം ആ നിങ്ങൾ തന്നെ അവളെ തിരിച്ചടിച്ചു. അവൾ മരിച്ചാൽ ആ കൊല ചെയ്തത് നിങ്ങൾ ഓരോരുത്തരുവാ. ഈ ഭൂമിയിൽ അവൾ എവിടെ പോയാലും ഞാൻ കണ്ടുപിടിക്കും. ഞാനും വരുന്നു. നീ എന്താ പറഞ്ഞേ? പോകരുതെന്ന്. ഞാൻ ചാവാൻ വന്ന നീ എന്റെ കയ്യിൽ പെട്ടത് ദൈവനിശ്ചയവാ. നിന്നെ ഇപ്പൊ ഒരുത്തരും വേണ്ടേ? എവിടെ പോയടി നിന്നെ കാക്കുന്ന മന്നാടി പട്ടാളം? ഇങ്ങോട്ട് വരരുത്. വന്നാൽ ഇതാ ഇത് കണ്ടോ? ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഇവള് ജീവിച്ചിരിക്കില്ല. പൊട്ടിത്തെറിക്കലുമായി എന്റെ പുറത്ത് കുതിര കയറുന്നു. ഞങ്ങളുടെ കല്യാണം നടത്തി തരുവോ? വീരേന്ദ്ര വിട്, അവനെ തടയണ്ട. അടുത്ത് വരരുത്. വന്നാൽ നീയും ഇവളും ചാവും. അടുത്തരുത്. വരരുത് എന്നല്ലേ പറഞ്ഞത്? നീ ഞങ്ങളുടെ പെങ്ങളെ കൊല്ലാമെന്നോ? പടക്കൻ ചതിക്കില്ലടാ.